പ്രിയ അമ്മച്ചിയുടെ ഓൺഗോയിങ് സർവീസ് ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 79 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ ഓട്ടം തികച്ച് ദൈവം തന്നെ വിളിച്ച് സമയത്ത് ദൈവസന്നിധിയിൽ തന്റെ ദൗത്യമൊക്കെയും തീർത്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ അമ്മച്ചിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കുടുംബാംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തരുണത്തിൽ നിന്ന് നടക്കുന്നതായ ഓൺഗോയിങ് സർവീസ് വളരെ അനുഗ്രഹമായ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോത്ത വർഗീസ് മക്കളോമ ലീഡേഴ്സ് ഇൻ പ്രയർ. ഈ ലോകത്തില് ജീവിച്ച സമയമൊക്കെയും ഒരു ഭക്തിയായി ജീവിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവസന്നിധിയില് സത്യസാക്ഷ്യം വഹിച്ച് ദൈവം ഈ ലോകത്തില് കൊടുത്ത സമയമൊക്കെയും ഭക്തിയായി ജീവിച്ച ശേഷം കർത്താവിന്റെ സമയത്ത് അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ കർത്താവിദാസി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് യാത്ര പറയാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മളെയും ദൈവത്തിന് കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷകളൊക്കെയും ഭംഗിയായി നടക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വാക്കുകൾ വിശ്വസനായ കർത്താവെ സ്വർഗപിതാവേ, ഇതിന്റെ കൃപകളും അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ മേൽ പറഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവെ, സകല ആശ്വാസവും കൽപ്പിപ്പാൻ തക്കവണ്ണം നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ അറിയുന്നു. എങ്കിൽ കർത്താവെ, നിങ്ങൾ ദുഃഖിതരെങ്കിലും ആശ്വസിപ്പാൻ മതിയായ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളെ ഓരോരുത്തരെയും കേൾപ്പിച്ചിരുന്നു. കർത്താവെ, ഈ സമയം ഇവിടെ ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെയൊക്കെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ബലമുള്ള കരങ്ങളിൽ അടികളെ ഏൽപ്പിച്ചത് നിന്റെ മക്കളെ ഓരോരുത്തരെയും കേൾപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഇത് മുഖാന്തരം അനുഗ്രഹം പ്രാപിച്ച് ബലം പ്രാപിച്ച് പുതിയ കൃപ പ്രാപിച്ച് കടന്നു പോകുവാൻ സഹായിക്കുകയും ചെയ്യണമേ. കാലാവസ്ഥയെ നീ അടികൾക്ക് ഒരുക്കി തരണമേ. കർത്താവെ, മഴയൊന്നും പ്രയാസങ്ങൾ ഉണ്ടാകാതെ നീ കർത്താവെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്ന തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കേണ്ടതിന് നിന്റെ കരങ്ങളിൽ അടികളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. IPC Ebenezer adult choir will come forward and lead us in singing and worshiping the Lord. IPC Ebenezer choir ഇവരോട് കടന്നു വന്ന് പാട്ടുപാടി ആരാധനയെ സഹായിക്കും.
Praise the Lord. Mrs. Mary Kuti Baby, our Amishi, born in 1931, and went to be with the Lord 22nd of October, a few days back. She has led a great life. Was a wife of a pastor and mother of great children, great grandchildren, and the grandchildren. She was a lady of prayer and fasting. Through her life, the family came to the Lord. They pioneered together for a church in Armuchi Mangalam. She was a lady who helps the needy and less privileged people. We are here to celebrate her life this morning as we are in the homegoing of her life. We all know that she is the mother of our dear pastor, Pastor Baby Verghese, the Vice President of IPC Naval Council.
a great man of God. It's only because of her her children became great and famous. This morning we are here to remember all the good things which she has done in her life. Praise the Lord. Our good God is here. The Lord of hope is here with us. His presence is here with us. May the Lord fill our hearts with hope and peace that passes all understanding. ഈ രാവിലെ സമയം ദൈവത്തിന്റെ സമാധാനത്താലും പ്രത്യാശയാലും നമ്മുടെ ഹൃദയത്തെ കർത്താവ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവവചനത്തിന്റെ ആഴമേറിയ ആലോചനകളും നമ്മെ ഈ രാവിലെ സമയം ഉത്തേജിപ്പിക്കുമാറാകട്ടെ. പ്രിയ മാതാവ് തന്റെ ഭർത്താവിനോടുകൂടി തുടങ്ങി വെച്ചതായ പ്രവർത്തനം, 600 മംഗളത്തിലുള്ളതായ പ്രവർത്തനം, തന്റെ മക്കൾ കണ്ടിന്യൂ ചെയ്യുന്നതായ പ്രവർത്തനം ചില മാസങ്ങൾക്ക് മുമ്പേ എനിക്കും പോയി കാണുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടവരിൽ ആ ദേശത്ത് നല്ല സാക്ഷ്യത്തോടുകൂടി കർത്താവിന്റെ പേരിൽ അവർ ആയിരിക്കുന്നു എന്നുള്ളത്, ബൈബിൾ സ്കൂൾ തുടങ്ങിയതായ പ്രവർത്തനങ്ങൾ അവർ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. പ്രിയ മാതാവ് എബനേസർ IPC ചർച്ചിനെ വളരെ അനുഗ്രഹമായ നിലയിൽ ജീവിതം നയിക്കുകയും പ്രാർത്ഥിക്കുകയും സഹോദരിമാരുടെ മീറ്റിംഗുകൾ ലീഡ് ചെയ്യുകയും ചെയ്തതായ ഒരു മാതാവാണ്. ദൈവത്തിന്റെ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം ദൈവത്തിന്റെ കൃപയാലും സാന്നിധ്യത്താലും നമ്മെ നിറയ്ക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം.